ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ വിഭവമായ നമ്മുടെ ആലു പൊറാട്ട ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ട് 3 വിസിൽ വരുന്നത് വരെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ തീ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ ഉപ്പും 1.5 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുത്താലേ. നമുക്കൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാലയെല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു മുഴുത്ത സവോള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവയെല്ലാം വലുതായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2 നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. 2 ബാച്ചായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വലുതായിട്ട് തന്നെ മുറിച്ചിട്ട് വന്നപ്പോൾ എളുപ്പം പണിയും കഴിയും, എളുപ്പമുണ്ട് കേട്ടോ. പകുതി സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടേ. നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനേ. അല്ലെങ്കിൽ അതിൻ്റെ ചെളി അതിലുള്ള അഴുക്കൊക്കെ നമ്മുടെ ഫുഡിലോട്ടാകും. ഒരു ചിപ്സർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുവാണെങ്കിലുണ്ടല്ലോ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഉടച്ച് നല്ലോണം വൃത്തിക്ക് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇനി നമ്മുടെ സവോള മിക്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഇളക്കി കൊടുക്കാം. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാണെന്നറിയാമോ? പിന്നെ നമ്മുടെ കട്ടത്തൈരില്ലേ, കട്ടത്തൈരിനകത്ത് പച്ചമുളക് അരിഞ്ഞിടണം. എന്നിട്ട് അതിനകത്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അച്ചാർ കൂട്ടുന്നവരുണ്ട്, അച്ചാറും കൂട്ടാം കേട്ടോ. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് അതും കൂട്ടാം. വലിയ പുളി അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തൈരും കൂട്ടാം കേട്ടോ. നല്ല കട്ടത്തൈര് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളും തയ്യാറാക്കി നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നമുക്കതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇവയെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ.
ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം നമുക്കതിനകത്തോട്ടെ. എല്ലാം മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയും ഇഞ്ചിയൊക്കെ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂട്ടി മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. നമ്മുടെ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് കേട്ടോ. ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരിക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമുക്ക്. മറ്റേ ചെറിയ ചപ്പാത്തിയും കൂടെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അരികൊന്ന് ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്താലുണ്ട് അതിൻ്റെ മസാലയൊന്നും പുറത്ത് പോകത്തില്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്കുവാണെങ്കിൽ മസാലയൊന്നും പൊട്ടിപ്പോകാതെ, ചപ്പാത്തിയൊന്നും പൊട്ടിപ്പോകാതെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ ആക്കി വെക്കണം. എന്നാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് പരന്ന് വരും. അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ല് അടുപ്പ് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പുറം ഇപ്പുറം നെയ്യ് തേക്കണം കേട്ടോ. നെയ്യോ ബട്ടറോ നമുക്ക് തേച്ച് കൊടുക്കാവേ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ബട്ടറൊക്കെ ഇട്ട് ആക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. രണ്ട് വശത്തും അങ്ങനെ തേച്ച് കൊടുക്കണം. നെയ്യ് അങ്ങ് തേക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊങ്ങി വരും കേട്ടോ നല്ലോണം. നമ്മുടെ പൊറാത്ത അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയെല്ലാം ഞാൻ പരത്തി എടുത്തിട്ട് വരട്ടെ. എല്ലാവർക്കും ബായ്.